വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 2-ാം അധ്യായം 13 മുതൽ തിരുവചനങ്ങൾ. ദേവാലയവും സ്വന്തം ശരീരവും ഒക്കെ ദൈവത്തിൻ്റെ ഭവനം തന്നെയാണ്. അവിടെ ദൈവത്തിന് ഹിതമല്ലാത്തതൊന്നും നടക്കരുത്. വിശുദ്ധമായ ഇടങ്ങളിൽ കയറിക്കൂടിയിരിക്കുന്ന അശുദ്ധിയെ ഏത് വിധേനയും പുറത്താക്കുക എന്ന പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. വചനം പറയുന്നത് നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളാണെന്നാണല്ലോ. തീർച്ചയായും നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ആലയങ്ങളാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആലയമായി സ്വയം കരുതുന്ന പോലെ മറ്റുള്ളവരെ കൂടി ദൈവം വസിക്കുന്ന ഇടമായി കാണാനുള്ള മനസ്സും നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ ഭവനമായി മാറുന്ന എല്ലാ ഇടങ്ങളിലും നടക്കേണ്ടത് സ്വയം ദാനമാണ്. യഥാർത്ഥ ദേവാലയമായ ഈശോ ചെയ്തത് ആത്മദാനമാണല്ലോ. ഓരോ ദേവാലയവും ദൈവചിന്ത നമ്മിൽ ഉണർത്തട്ടെ. ഓരോ വ്യക്തിയും ദൈവചിന്ത നമ്മളിൽ വളർത്തട്ടെ. നമ്മെ ജീവനാർത്ഥാവായും ശരീകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും നീക്കും.